ഹായ് നമസ്കാരം ഫാസിലാണ്. പലരും ചോദിക്കുന്നതാണ് ഈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് ജൈവവളങ്ങൾ ഫ്രൂട്ട്സ് പ്ലാന്റിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഓഗസ്റ്റ് മാസം പകുതിയോട് കൂടിയിട്ട് നമുക്ക് ജൈവവളങ്ങൾ നമ്മളെ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിക്ക് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. കാരണം നമ്മൾ മഴയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ വളങ്ങൾ ഇട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മാവൊക്കെ പ്രൂൺ ചെയ്ത് വെച്ചതാണെന്നുണ്ടെങ്കിൽ ഈ ഓഗസ്റ്റ് പകുതിയോട് കൂടിയിട്ട് നമുക്ക് കുമ്മായ ഡോളോമേറ്റോ ഇട്ട് മണ്ണൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കാം. ജൈവവളങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചാണകപ്പൊടി, അതേപോലെ എല്ലുപൊടി, അതേപോലെ വേപ്പ് പിണ്ണാക്ക് പൊടിച്ച്, കടല പിണ്ണാക്ക് പൊടിച്ച്, ബയോ പൊട്ടാഷ്, ഇതെല്ലാം കൂടിയുള്ള നമുക്ക് സൂപ്പർ മീലായിട്ടും വാങ്ങാൻ കിട്ടും. ഇനി വീട്ടിലൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള എന്തെങ്കിലും കമ്പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റോ ഇട്ടിട്ട് നല്ല രീതിയിൽ മണ്ണൊന്ന് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ദിവസം കഴിഞ്ഞ്, ഇപ്പോൾ കുമ്മായാണെങ്കിൽ 10 മുതൽ 15 ദിവസം വരെ കഴിഞ്ഞിട്ട്, ഡോളോമേറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 മുതൽ ഒരാഴ്ച വരെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജൈവ അടിവളങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മേലെ പൊത ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളെ കരിയില പച്ചിലൊക്കെ ഇട്ടിട്ട് പൊത ഇട്ട് കൊടുത്താൽ മതി. ഇനി പ്രൂൺ ചെയ്യുന്ന നമ്മളിപ്പോൾ കായ്ക്കാനായിട്ടുള്ള മാവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ പ്രൂൺ ചെയ്യണ്ട. അതേ സ്ഥാനത്ത് നമ്മൾ മെയ് മാസത്ത് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിലനിർത്തേണ്ടത്, ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 3 ശിഖരങ്ങൾ ഒന്നൊന്ന് നിലനിർത്തിയാൽ മതി എന്നുള്ളത്. ആ മേലോട്ട് കാണുന്നുണ്ടെങ്കിൽ 2 നിലനിർത്തിയാൽ മതി എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ ഓഗസ്റ്റ് മാസങ്ങളിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മാവുകളൊക്കെ, ചെറിയ മാവുകൾ ട്രെയിൻ ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ ഈ കൊല്ലം കായ്ക്കാത്ത മാവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ മഴക്കാലത്ത് ഫ്രൂട്ട് പ്ലാന്റ് വാങ്ങി വെച്ചവരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ടൈമിൽ മഴ ഒന്ന് മാറിയിട്ട് നടാന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നടാൻ പറ്റിയ ഒരു ടൈമും കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം കേട്ടോ. ഈ മാസങ്ങളിൽ ഓഗസ്റ്റ് പകുതിയോട് കൂടിയിട്ടൊക്കെ നമുക്ക് മണ്ണ് നല്ല രീതിയിൽ പോട്ട് മിക്സ് റെഡി ആക്കിയതിന് ശേഷം നമ്മൾ പ്ലാന്റുകൾ മാറ്റി നടാം. അപ്പോൾ മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു 2 ആഴ്ച നമ്മളൊരു തണലത്ത് വെക്കണം. ഓവർ മഴ കൊള്ളാതെ അതേപോലെ വെയിൽ കൊള്ളാതെ തണലത്ത് വെക്കുക. അതിൻ്റെ ഗ്യാപ്പിൽ ഫസ്റ്റ് ഒന്ന് നമുക്ക് സ്യൂഡോമോണസ് ഒന്ന് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2 ആഴ്ച ആവാൻ നേരത്ത് നമുക്ക് NPK വളങ്ങൾ, NPK 19 ഒക്കെ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാൻ കേട്ടോ. അതിപ്പോൾ ഫസ്റ്റ് NPK കൊടുത്തിട്ട് പിന്നെ സൂഡോമോണസ് കൊടുക്കുക, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ സൂഡോമോണസ് കൊടുത്താൽ ഒരാഴ്ചയെങ്കിൽ നമ്മളൊരു ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. ഒരു 4 ദിവസം ഗ്യാപ്പ് ഇട്ടാലും മതി. പക്ഷെ മണ്ണിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 15 ദിവസത്തെ ഗ്യാപ്പ് ഇടണം മറ്റു വളങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.